ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷെഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ആയിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇന്ന് നമ്മൾ കമ്പോസ്റ്റിൻ്റെ വീഡിയോ അല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ള ഒരു കേസ്, ഞാൻ ഈ പപ്പട കമ്പി വെച്ച് ഈ കമ്പോസ്റ്റ് ഇളക്കുന്ന കാര്യത്തെ പറ്റി. ആ പപ്പട കമ്പിയൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാമെന്ന് കരുതിയിട്ട് ഞാൻ പുതിയൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് കണ്ടപ്പം എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി. എനിക്കിതൊന്നുമില്ല, എനിക്ക് ഈ ചെടി വെട്ടാനായിട്ടോ അല്ലെങ്കിൽ മണ്ണ് കിളയ്ക്കാനായിട്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് കണ്ടപ്പം ഞാൻ ഓർഡർ ചെയ്തു. ഒരു പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്യുന്നൊരു കട്ടർ, പിന്നെ നമ്മളെ മണ്ണൊക്കെ കിളയ്ക്കുന്ന കമ്പി, മണ്ണ് മിക്സ് ചെയ്യുന്ന എന്തോ ഒരു സാധനമുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാം കൊള്ളാം. ലൈറ്റ് വെയിറ്റ് ആണ്. വലിയ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറിയ മിനി ഗാർഡൻ ഉള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് കോംബോയിൽ കിടന്നത് 280 രൂപയാണ്. ഈ ഒരു പ്രൈസിന് ഇത് വെർത്താണ് കേട്ടോ. നല്ല സാധനം. ഇനി നമ്മൾ കമ്പോസ്റ്റിലും ചെടിച്ചട്ടിയിലൊക്കെ മണ്ണൊക്കെ ഇളക്കാനും മിക്സ് ചെയ്യാനൊന്നും ഇനി ഒരു പാടും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സൗകര്യമായിരിക്കും. ഇനി അടുത്ത ഈ കട്ടർ, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞത് ആദ്യം തുറക്കാൻ അറിഞ്ഞൂടായിരുന്നു. എന്നിട്ട് രണ്ടാമത് ഞാൻ അതെങ്ങനെയോ തുറന്നു. അതിൽ ലോക്കുണ്ട്, പിടിച്ച് വയ്ക്കുന്ന ലോക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം മൂർച്ചയുണ്ട് കേട്ടോ. നല്ല അതിങ്ങനെ കൂർത്തിരിക്കുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല, നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കി, അപ്പോൾ കട്ടായി. അതിനുശേഷം നമുക്ക് പ്ലാന്റിലും കൂടെ കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഓരോന്നിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കമ്പോസ്റ്റ് ഇത്ര നാളും ആ കമ്പി വെച്ചാൽ ഇളക്കിയത്. ഇപ്പം ഇത് വെച്ച് ഇളക്കിയപ്പം സത്യം പറയാലോ, എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. ഞാൻ കമ്പി വെച്ച് ഇളക്കുമ്പം എനിക്ക് വേറൊരാൾ എനിക്ക് ക്യാമറ പിടിക്കേണ്ട ഒരു അവരുടെ ഹെൽപ്പ് എനിക്ക് വേണം. പക്ഷേ ഇത് കണ്ടില്ലേ, ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടും എനിക്കിത് ഇളക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഇളകി പോരുന്നുണ്ട്. ഇത് മാത്രമല്ല, വേറൊരു കമ്പി വെച്ചിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ രണ്ടും ഓക്കെയാണ്. രണ്ടും കോരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു കുത്തി അങ്ങ് അടിയിലോട്ടൊന്നും ഇറങ്ങി പോവില്ല. ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാനും കുറച്ച് ഫ്രണ്ടിലുള്ളതൊക്കെ ഇളക്കി കൊടുക്കാനൊക്കെ ഓക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇത് നമ്മളെ സെക്കൻഡ് കമ്പോസ്റ്റാണ്. നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റും കൂടെ ഒന്ന് നോക്കാം, നിങ്ങൾക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. കണ്ടില്ലേ, നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റ് നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് റെഡി ആവുമെന്നാണ് തോന്നുന്നത്. നമ്മൾ അന്ന് കണ്ടതുപോലെ ഉറുമ്പെല്ലാം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഉറുമ്പൊന്നുമില്ല. കാരണം ഞാൻ ചാരമൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബക്കറ്റിൻ്റെ വെളിയിലായിട്ട് ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉറുമ്പൊന്നുമില്ല, സെറ്റാണ്, ഓക്കെയാണ്. ഒരു സ്മെല്ലും ഇല്ല. അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ ഇപ്പോഴും ഒരു സ്മെല്ലില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് കമ്പോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലൊന്നിത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല എളുപ്പമുണ്ട്. അതുപോലെ മണ്ണൊക്കെ നല്ല വൃത്തിയായിട്ട് ഇളകി വരുന്നുണ്ട്. വേറെ ആ ഒരു ഭംഗിക്ക് ഒരു സൈഡ് 4 സൈഡും അങ്ങ് ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആക്കണ്ട. ഞാൻ മറ്റേ സാധനം വെച്ച് ആക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് കട്ടിയുള്ള തണ്ടിലോട്ട് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ മുല്ലയിലാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കാൻ പോണത്. കുറച്ച് കട്ടിയുള്ളതും നല്ല സ്ട്രോങ് ഉള്ളൊരു തണ്ട് നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അത് കട്ടായി പോന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു കൈ വെച്ചാണ് കട്ട് ചെയ്തത്. വേറെ കൈ വെച്ചൊന്നും ലീഫ് പിടിച്ചിട്ടില്ലായിരുന്നു. റൗണ്ട് ഷേപ്പിൽ നല്ലതായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.